നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഡൽഹി ചേരി പ്രദേശത്ത് വൻ തീപിടുത്തം. രോഹിണിയിലെ അഗ്നിബാധയിൽ 2 കുട്ടികൾ വെന്തു മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. തീ നിയന്ത്രണ വിധേയം. പ്രതിരോധ മന്ത്രിയുമായി നിർണായക കൂടിക്കാഴ്ച നടത്തി സംയുക്ത സൈനിക മേധാവി. പഹൽഗാം ഭീകരാക്രമണത്തിൽ FIR രജിസ്റ്റർ ചെയ്ത NIA. ദൃക്സാക്ഷികളിൽ നിന്ന് വിശദമായ മൊഴിയെടുക്കും. ഭീകരർ സഞ്ചരിച്ച വഴികൾ വിശദമായി പരിശോധിക്കുമെന്നും വാർത്താക്കുറിപ്പ്. फिर भरोसा देता हूं, उन्हें न्याय मिलेगा, न्याय मिलकर रहेगा। इस हमले के दोषियों और साजिश रचने वालों को कठोरतम जवाब दिया जाएगा। साथियों, वो फिर भरोसा देता हूं, उन्हें न्याय मिलेगा। ഭീകരർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഏറ്റവും കഠിനമായ ശിക്ഷ നൽകുമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി. പഹൽഗാം ഹൃദയം തകർത്തുവെന്ന മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. നീതി ഉറപ്പാക്കുമെന്നും മോദി. പഹൽഗാമിൽ വിറച്ച് പാകിസ്ഥാൻ. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനാൽ 1 കോടി പാകിസ്ഥാനികൾ പട്ടിണിയിലേക്കെന്ന ലോകബാങ്ക് മുന്നറിയിപ്പ്. മരുന്നിനായും അവശ്യവസ്തുക്കൾക്കായും പാകിസ്ഥാനിൽ നെട്ടോട്ടം. വെടിനിർത്തൽ കരാർ റദ്ദാക്കാനും ഭാരതം ആലോചനയിൽ. പാകിസ്ഥാനെതിരെ അണപൊട്ടി ജനരോക്ഷം. പഹൽഗാമിൽ ദേശീയ പതാകയേന്തി പ്രകടനം. ചാനൽ ചർച്ചയ്ക്കിടെ പാക് പതാക വലിച്ചു കീറി ചാനൽ ഡെപ്യൂട്ടി എഡിറ്റർ രാഹുൽ സിൻഹ. വിശദമായ വാർത്തകളിലേക്ക്. ഡൽഹി രോഹിണിയിൽ ചേരി പ്രദേശത്ത് വൻ തീപിടുത്തം. 2 കുട്ടികൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. 20ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. തീ നിയന്ത്രണ വിധേയമാക്കിയെന്നാണ് വിവരം. എന്നാൽ പൂർണ്ണമായും തീ അണച്ചിട്ടില്ലെന്ന് ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു. അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഭീകരതയ്ക്ക് മാപ്പില്ല. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. 40 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയാണ് നടന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നിർണായക കൂടിക്കാഴ്ച. അതേസമയം BSF മേധാവി ആഭ്യന്തര മന്ത്രാലയത്തിൽ നിർണായക ചർച്ചകൾ കൂടി നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, നിർണായകമായ ചർച്ചകൾ, നിർണായകമായ നീക്കങ്ങൾ നടക്കുകയാണ് തലസ്ഥാനത്ത്. ഒപ്പം തന്നെ ഭാരതീയർ ഏറെ കാത്തിരിക്കുന്ന ആ ഒരു കനത്ത തിരിച്ചടി ഭീകരർക്ക് എന്ന് ആകും ഉണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ മറ്റു വിവരങ്ങൾ എന്തൊക്കെ? ഡൽഹിയിൽ സംയുക്ത സേനാ മേധാവി ജനറൽ ഈ പ്രതിരോധ മന്ത്രിയുമായി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഏകദേശം 40 മിനിറ്റ് നീണ്ടു നിന്നിട്ട് ആ കൂടിക്കാഴ്ചയിൽ നിലവിൽ സൈന്യം നടത്തുന്ന നീക്കങ്ങൾ സംബന്ധിച്ച്, ഒപ്പം അതിർത്തി മേഖലയിലും അല്ലാതെയും നടത്തിയിട്ടുള്ള നിർണായകമായ നീക്കങ്ങളും തുടർ നടപടികളും സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള കൂടിയാലോചനകളും വിശദീകരണവും ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം പഹൽഗാം ഭീകരാക്രമണത്തിനൊരു കനത്ത തിരിച്ചടി നൽകുമ്പോൾ യാതൊരു തരത്തിലും മറ്റ് വീഴ്ചകളില്ലാതെ, അതായത് പഴുതടച്ചിട്ടുള്ള സുരക്ഷാ ക്രമീകരണവും പ്രതിരോധ നടപടികളും സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഓരോ തരത്തിലുമുള്ള തിരിച്ചടികൾ ഭാരതം നൽകുന്നത്. അതിന്റെ ഭാഗമായി സൈന്യം സ്വീകരിച്ചിട്ടുള്ള നടപടികളാണ് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അത്തരത്തിൽ പരസ്യപ്പെടുത്തിയിട്ടില്ല. പക്ഷേ തീർച്ചയായും കഴിഞ്ഞ 3 ദിവസത്തിലധികമായി കര, വ്യോമ, നാവിക സേനകൾ
ജമ്മു കാശ്മീരിലും അതിർത്തി മേഖലകളിലും സ്വീകരിച്ചിട്ടുള്ള നീക്കങ്ങൾ, ഒപ്പം തുടർ നടപടികൾ, ഏത് രീതിയിലായിരിക്കും ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾ ഭീകരശക്തികളും ഒപ്പം ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നവർക്കും ഉണ്ടാവുക എന്നത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകളാണ് പ്രതിരോധ മന്ത്രിയുമായി നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തുടർച്ചയായി ഇത്തരത്തിലുള്ള ഉന്നതതല യോഗങ്ങൾ ചേരുന്നുണ്ട്. ഒപ്പം വിവരങ്ങൾ രാഷ്ട്രപതിയെ ധരിപ്പിക്കുകയും രാഷ്ട്രപതിയിൽ നിന്ന് നിർണായക അനുമതികൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് രാജ്യത്തിന്റെ പൗരന്മാരുടെ രക്തം ചിന്തിയിട്ടുള്ള, അതും മതം ചോദിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കുന്ന തരത്തിൽ നടത്തിയിട്ടുള്ള ഭീകരാക്രമണത്തിന് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ തന്നെ പരിശോധിക്കുമ്പോൾ ഭീകരവാദികളും ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നവരും ഒരിക്കലും മറക്കാത്ത, അവർ വിചാരിക്കാത്ത മറുപടിയായിരിക്കും ഭാരതം നൽകുക. അതിന്റെ വിവിധ തരത്തിലുള്ള നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലുമുള്ള നടപടികൾ ഭാരതം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. പഹൽഗാം ഭീകരാക്രമണം പുനരാവിഷ്കരിക്കാൻ ഒരുങ്ങി ദേശീയ അന്വേഷണ ഏജൻസി. സംഭവത്തിൽ തെളിവ് ശേഖരണം തുടരുന്നതായി NIA വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ച അന്വേഷണം NIAക്ക് കൈമാറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം ഉത്തരവ് ഇറക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, നിർണായകമായ അന്വേഷണങ്ങളിലേക്കാണ് കടന്നിട്ടുള്ളത്. നമുക്കറിയാം, കശ്മീരിലെ വിവിധ ഭാഗങ്ങളിൽ ഭീകരർക്കായുള്ള ഒരു തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെ? വിഷ്ണു, ഇപ്പോൾ ജമ്മു കാശ്മീരിൽ അതീവ സുരക്ഷ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ സൈന്യത്തിൻ്റെ സുരക്ഷാ ഓഡിറ്റ് നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി അദ്ദേഹം ശ്രീനഗർ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ഉദ്ധംപൂരിലുള്ള നോർത്തേൺ കമാൻഡിൻ്റെ ഈ ആസ്ഥാനം സന്ദർശിച്ച ശേഷം ഉന്നത ഉദ്യോഗസ്ഥരുമായി, കരസേനയിലെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഈ സുരക്ഷാ ഓഡിറ്റിനുള്ള തീരുമാനത്തിലേക്ക് കടന്നത്. ഈ പെഹൽഗാമിലെ ബൈസറൻ വാലിയിലടക്കം സുരക്ഷാ ഓഡിറ്റ് നടക്കുകയാണ്. അതിനുശേഷം മാത്രം സഞ്ചാരികളെ കടത്തിവിട്ടാൽ മതി എന്നുള്ള തീരുമാനമാണ്. ഒപ്പം തന്നെ ഇവിടെ ജമ്മു കാശ്മീരിൽ ഈ ബൈസറൻ വാലിയിൽ ഇപ്പോൾ NIA സംഘം നിലവിലുണ്ട്. NIA സംഘം ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് NIAക്ക് ഈ കേസ് ഔദ്യോഗികമായി കൈമാറിയത്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. നേരത്തെ FIR രജിസ്റ്റർ ചെയ്തത് ജമ്മു കാശ്മീർ പോലീസായിരുന്നു. അനന്തത ASPക്കാണ് അന്വേഷണ ചുമതല. ഇവർ നിരവധി ആൾക്കാരെ, ഏതാണ്ട് 150-ലധികം ആൾക്കാരെ പെർ ഡേ ഓരോ ദിവസവും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തു വരികയായിരുന്നു. ആ സംഘത്തിൽ NIAയുടെ ആൾക്കാരും NIAയുടെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ CBI, RO അടക്കമുള്ള വിവിധ ഏജൻസികളുടെ ഉദ്യോഗസ്ഥരും അതിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ NIAയും പ്രത്യേക FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ഒരു IG, അതേപോലെ തന്നെ ഒരു DIG, ഒപ്പം തന്നെ ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ, ഇങ്ങനെ 3 ഉദ്യോഗസ്ഥരാകും ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുക എന്നുള്ളതാണ്. പ്രധാനമായും ഇപ്പോൾ NIA ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ആ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ഈ സംഭവം, അതായത് കഴിഞ്ഞ 22-ാം തീയതി 26 പേരുടെ മരണത്തിനിടയാക്കിയ ബൈസറൻ വാലിയിൽ നടന്ന തീവ്രവാദ ആക്രമണം അത് പുനരാവിഷ്കരിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല അത് പുനരാവിഷ്കരിച്ചുകൊണ്ട് എങ്ങനെയാണ് തീവ്രവാദികൾ അവിടെ എത്തിയത്, ഒപ്പം തന്നെ എന്താണ് സംഭവം അടക്കമുള്ളത്. അതായത് അന്ന് ഉണ്ടായത്, ഈ തീവ്രവാദികൾ ഈ വിനോദസഞ്ചാരികൾക്ക് അടുത്തേക്ക് എത്തുന്നു, അവരുടെ മതം ചോദിക്കുന്നു, മതം ചോദിച്ചതിന് ശേഷം അവർ മുസ്ലിം അല്ല ഹിന്ദു ആണെന്ന് വ്യക്തമാകുന്നതോടുകൂടി അവരെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഇതെല്ലാം അവിടെ പുനരാവിഷ്കരിക്കപ്പെടുമെന്നുള്ളതാണ് NIA വ്യക്തമാക്കുന്നത്. പഴുതടച്ചുള്ള അന്വേഷണമാണ് നടക്കുക എന്നുള്ളതും NIA സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനോടകം തന്നെ NIAയും പ്രത്യേകമായ അന്വേഷണം ആരംഭിച്ചതിൽ പിന്നെ നിരവധി ആൾക്കാരെ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അന്നുണ്ടായിരുന്ന കുതിരക്കാർ, ഒപ്പം തന്നെ അവിടെ ബൈസറൻ വാലിയിൽ ഉണ്ടായിരുന്ന കച്ചവടക്കാർ, ഇവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്ത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ പ്രദേശവാസികളെയും, ഇവിടെ സമീപത്തായി ചില വീടുകളുണ്ട്, ആ വീട്ടിലുള്ളവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ പ്രദേശവാസികളുടെ ഒരു സഹായമില്ലാതെ ഈ സംഘത്തിന്, ഈ തീവ്രവാദ സംഘത്തിന് അവിടേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികളെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമായി വരികയാണ്. ഓരോ ദിവസവും ഏതാണ്ട് 150-ലധികം ആൾക്കാരെയാണ് ചോദ്യം ചെയ്തു വിടുന്നത്. ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരെ പിന്നെയും വിളിച്ച് ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ 2-3 തവണ ചോദ്യം ചെയ്യലിന് ഹാജരായവർ ഈ പ്രദേശത്തുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം, ജമ്മു കാശ്മീരിൽ ഇത്തരമൊരു തീവ്രവാദ സംഭവം ഉണ്ടായതിൽ പിന്നെ ടൂറിസം മേഖലയാകെ അനിശ്ചിതത്വത്തിലാണ്. ഇന്നിപ്പോൾ ഈ പെഹൽഗാമിൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് പെഹൽഗാമിലാണ്. പെഹൽഗാമിൽ ഇന്നിപ്പോൾ ഈ ഗുജർ വിഭാഗം പ്രത്യേക ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. അവർ ആവശ്യപ്പെടുന്നത്
ഈ ഭീകരവാദം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. മാത്രമല്ല അവർ ഭാരതത്തിനൊപ്പമാണ് നിൽക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേശീയ പതാകയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയ പ്രകടനമായിരുന്നു ഇന്ന് ഈ പെഹൽഗാമിൽ എനിക്ക് പിന്നിൽ കാണുന്ന സ്ഥലത്ത് നടന്നത്. ഏതാണ്ട് നൂറുകണക്കിന് ആൾക്കാർ ഈ ഒരു പ്രകടനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിർത്തി മേഖലയിലടക്കം സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇതിനോടകം തന്നെ പ്രകോപനപരമായ പല സന്ദേശങ്ങളും നൽകിക്കഴിഞ്ഞു. ഭാരതവും അതേ നാണയത്തിൽ തന്നെ പ്രകോപനപരമായി തന്നെ തിരിച്ചടിക്കിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അതിർത്തി മേഖലയിലൊക്കെ തന്നെ സുരക്ഷ കർശനമാക്കിയതിനപ്പുറം അവിടെ സേനാ വിന്യാസം ശക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിൽ സേനാ വിന്യാസം കൂടുതലാക്കിയിട്ടുണ്ട്. BSFും അതേപോലെ തന്നെ ഈ അതിർത്തി സംരക്ഷിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ BSFിൻ്റെ കൂടുതൽ വിന്യാസം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജമ്മു കാശ്മീരിലുടനീളം CRPFിനെ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട്. 9 പാരാ SF അതേപോലെ തന്നെ 4 പാരാ SFിൻ്റെ സ്പെഷ്യൽ യൂണിറ്റുകൾ ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ മറ്റ് മറൈൻ കമാൻഡോയുടെ ഒരു സാന്നിധ്യം ഇവിടെയുണ്ട്. അങ്ങനെ വിവിധ ഫോഴ്സുകളുടെ സ്പെഷ്യൽ ഫോഴ്സുകളുടെ ഒരു സാന്നിധ്യവും ഇവിടെയുണ്ട്. അതായത് ഭാരതം എല്ലാ തരത്തിലും എന്തിനും സജ്ജമാണെന്ന് ഇതിനോടകം തന്നെ വ്യക്തമാകുന്നു. അഥവാ പാകിസ്ഥാൻ അടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുവാൻ വേണ്ടി ഭാരതം സജ്ജമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാത്രിയിൽ ഈ പാകിസ്ഥാൻ്റെ അതിർത്തി കാക്കുന്ന സംഘമാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സ്. അവർ ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് വെടിയുതിർക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. BSF ശക്തമായി തന്നെ തിരിച്ചടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ആക്രമണവും അതിനെ ചെറുത്തു നിൽക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പ്രത്യാക്രമണം നടത്താൻ വേണ്ടി ഭാരതം തയ്യാറാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിഷ്ണു. ശരി, എസ് നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. വീണ്ടും വാർത്തകളിലേക്ക്. പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചയക്കുന്നതിൽ വീഴ്ച വരുത്തരുതെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങളോടും വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഡൽഹിയിൽ 5000 പാകിസ്ഥാൻ പൗരന്മാർ താമസിക്കുന്നുണ്ടെന്ന് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് സമർപ്പിച്ചു. പാക് ഹൈക്കമ്മീഷനിലെ സൈനിക ഉദ്യോഗസ്ഥരും ഉടൻ രാജ്യം വിടും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പൗരന്മാർക്ക് രാജ്യം വിടാൻ അനുവദിച്ച സമയം ഇന്ന് രാത്രി അവസാനിക്കും. ഇതേ തുടർന്നാണ് പാകിസ്ഥാൻ പൗരന്മാരെ തിരിച്ചയക്കുന്നതിൽ വീഴ്ച വരുത്തരുതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയത്. എല്ലാ സംസ്ഥാനങ്ങളും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണം. പാക് പൗരന്മാരെ തിരിച്ചയക്കുന്ന നടപടികൾ ഓരോ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ നേരിട്ട് പരിശോധിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. ഇന്നലെയും ഇന്നുമായി നോട്ടീസ് ലഭിച്ച നിരവധി പാക് പൗരന്മാർ തിരിച്ചുപോയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ 5000-ലധികം പാകിസ്ഥാൻ പൗരന്മാർ താമസിക്കുന്നുണ്ടെന്നും ഹസ്രകാല വിസയിലുള്ള 1000 പേരോട് ഇന്ന് രാത്രിക്കുള്ളിൽ രാജ്യം വിടാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും മഹാരാഷ്ട്ര മന്ത്രി യോഗേഷ് ഖത്തം അറിയിച്ചു. ഡൽഹിയിൽ 5000 പാകിസ്ഥാൻ പൗരന്മാർ താമസിക്കുന്നുണ്ടെന്ന് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് നൽകി. എല്ലാ സംസ്ഥാനങ്ങളും നൽകുന്ന റിപ്പോർട്ടുകളും നടപടികളും കേന്ദ്ര ഏജൻസികൾ ഫോറിൻ റീജിയണൽ ഓഫീസുമായി ബന്ധപ്പെട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിലെ സൈനിക ഉദ്യോഗസ്ഥർക്ക് രാജ്യം വിടാൻ അനുവദിച്ച സമയപരിധിയും ഉടൻ അവസാനിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ വാഗ അതിർത്തി വഴി പാകിസ്ഥാനിൽ നിന്ന് 450-ലധികം ഇന്ത്യക്കാർ രാജ്യത്ത് തിരിച്ചെത്തി. ജനം, ഡൽഹി. പഹൽഗാം ആക്രമണത്തിൽ പിന്നാലെ തൊഴിൽ നഷ്ടപ്പെട്ട കശ്മീരി മുസ്ലിങ്ങളിലെ ഗുജർ വിഭാഗം തെരുവിൽ പ്രതിഷേധിച്ചു. തീവ്രവാദം അവസാനിപ്പിക്കണമെന്നും ഗുജർ വിഭാഗം എന്നും ഭാരതത്തോടൊപ്പമാണെന്നും മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടായിരുന്നു പ്രതിഷേധം. തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ജമ്മു കശ്മീരിലെ ടൂറിസം മേഖലയാകെ സ്തംഭനത്തിലാണ്. ദേശീയ പതാകയുമേന്തിയായിരുന്നു കശ്മീരി മുസ്ലിങ്ങളിലെ ഗുജർ വിഭാഗത്തിന്റെ പ്രതിഷേധം. തീവ്രവാദം അവസാനിപ്പിക്കണമെന്നും ഗുജർ വിഭാഗം ഭാരതത്തോടൊപ്പമാണെന്നും മുദ്രാവാക്യം മുഴക്കി നിരവധി പേർ പഹൽഗാമിൽ പ്രതിഷേധിച്ചു. तिरंगा थामे हुए हमने ये प्रोटेस्ट एहतजाज किया है जो 7 दिन पहले यहाँ पे हुआ है. हम उसकी निंदा करते हैं, मजम्मत करते हैं, उसके खिलाफ हैं और सरकार से मुतालबा करते हैं कि फौरन इन दरिंदा इंसानों के खिलाफ जो है, इन लोगों के खिलाफ, इंसान तो हम उन्हें कहते ही नहीं क्योंकि उन्होंने हमारी जान और आन पे जो है हमला किया. उनके खिलाफ कानूनी कार्रवाई होनी चाहिए, उन्हें फांसी देनी चाहिए, सरकार को चाहिए. कबीला हम हिंदुस्तानी हैं, हिंदुस्तान हमारी जान और आन भी जो है वो हिंदुस्तान के लिए कुर्बान. പഹൽഗാമിലെ ബൈസരൻ വാലിയിലുണ്ടായ തീവ്രവാദാക്രമണത്തെ തുടർന്ന് വിനോദസഞ്ചാരികൾ ഇവിടേക്കുള്ള യാത്രകൾ ഉപേക്ഷിച്ചു. NIA-യുടെ അടക്കം അന്വേഷണം നടക്കുന്നതിനാൽ ബൈസരൻ താഴ്വര ഇനിയും വിനോദസഞ്ചാരികൾക്കായി തുറന്നു നൽകിയിട്ടില്ല.
ഭീകരവാദാക്രമം ജമ്മു കാശ്മീരിലെ വിനോദസഞ്ചാര മേഖലയെ ആകെ ബാധിച്ചിട്ടുണ്ട്. इतना इल्म नहीं था कि ये कुछ हो जाएगा इधर पहलगाम में. हम बिल्कुल शांति से रहते हैं इधर पहले से ही. यहाँ पर ऐसा टेंशन तो आज तक हमने देखा नहीं है कि ये पहली बार जब हमने भी देखा मतलब हमारा दिमाग भी काम करने नहीं लग गया. हम भी दुकानें बंद करके भाग गए घर. हम तो लोकल है इधर का, पहलगाम का ही है. मैं प्रॉपर पहलगाम का हूँ. पहलगाम घर की तरफ भाग गए और दुकान बंद कर दिए. जो ये बाकी दुकानें ये सब शाल के दुकानें हैं. शाल के दुकानें काम चलता है टोटल टूरिस्ट से. टूरिस्ट नहीं आएगा, इनका खोलना या बंद रहना हमारे लिए एक जैसा बात है. मतलब जब टूरिस्ट नहीं तो बेचेंगे क्या? तो हम तो चाय वाला है, हमारा तो लोकल मार्केट है. अगर 2-4 आदमी भी आ सकते हैं मगर टूरिस्ट नहीं आएगा तो ये सब ऐसा ही बंद रहेगा. വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന ഭൂരിഭാഗം കശ്മീരികളും പ്രതിസന്ധിയിലാണ്. ജനം, ജമ്മു കാശ്മീർ. പാകിസ്ഥാനെതിരെ തിരിച്ചടി ശക്തമാക്കി ഭാരതം. വെടിനിർത്തൽ കരാറിൽ നിന്ന് ഭാരതം പിന്മാറിയേക്കും. അതിർത്തിയിലെ പാക് പ്രകോപനം കണക്കിലെടുത്തുകൊണ്ടാണ് തീരുമാനം. 2021 ഫെബ്രുവരിയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാറിന് ധാരണയായത്. 2021 ഫെബ്രുവരി 25-നാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത്. ശേഷം 3 വർഷം അതിർത്തി ശാന്തമായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസം പലതവണ പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം അതിർത്തിയിൽ പാകിസ്ഥാൻ വെടിയുതിർത്തു. ഈ പശ്ചാത്തലത്തിലാണ് വെടിനിർത്തൽ കരാറിൽ നിന്നും പിന്മാറുന്നത് സംബന്ധിച്ച് ഭാരതം ആലോചിക്കുന്നത്. നിയന്ത്രണ രേഖയിലും രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ അന്താരാഷ്ട്ര അതിർത്തിയിലും ഭാരതം സേനാവിന്യാസം വർദ്ധിപ്പിച്ചു. ടാങ്കുകളും മറ്റ് അത്യാധുനിക ആയുധങ്ങളും അതിർത്തിയോട് ചേർന്ന് വിന്യസിച്ചിരിക്കുകയാണ്. അതേസമയം ഭാരതത്തിൽ കഴിയുന്ന പാക് പൗരന്മാരുടെ വിസ കാലാവധി ഇന്ന് രാത്രി 12 മണിക്ക് അവസാനിക്കും. മെഡിക്കൽ വിസയിൽ കഴിയുന്നവർക്ക് ചൊവ്വാഴ്ച വരെ തുടരാം. ജനം, ഡൽഹി. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനെ തുടർന്ന് 1 കോടി പാകിസ്ഥാൻ നിവാസികൾ പട്ടിണിയിലേക്കെന്ന് ലോകബാങ്കിന്റെ മുന്നറിയിപ്പ്. പാകിസ്ഥാന്റെ GDP വളർച്ചാ നിരക്കിനെയും ഇത് പ്രതികൂലമായി ബാധിക്കും. പാകിസ്ഥാന്റെ വളർച്ചാ നിരക്കിൽ 2.7% കുറവും വേൾഡ് ബാങ്ക് കണക്കാക്കുന്നുണ്ട്. 20 ലക്ഷത്തോളം ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് അകപ്പെടും എന്നുള്ള കാര്യവും വേൾഡ് ബാങ്ക് ചൂണ്ടിക്കാട്ടുന്നു. 1960-ലാണ് സിന്ധു നദീജല കരാർ നിലവിൽ വരുന്നത്. തുടർന്നങ്ങോട്ട് തടസ്സമില്ലാതെ പാകിസ്ഥാനെ ആവശ്യമായ വെള്ളം ലഭിച്ചിരുന്നു. സിന്ധു നദിയിലെ 80% വെള്ളവും പ്രയോജനപ്പെടുത്തിയിരുന്നത് പാകിസ്ഥാനാണ്. മേഖലയിൽ വൻതോതിൽ നടക്കുന്ന ചോളം നെൽകൃഷിക്ക് സിന്ധു നദിയിൽ നിന്നാണ് വെള്ളം ലഭിച്ചിരുന്നത്. ഇത് തടസ്സപ്പെടുന്നതോടെ 1 കോടിയോളം പാകിസ്ഥാൻ ജനത ഭക്ഷ്യക്ഷാമം മൂലം വലയുമെന്നാണ് ലോകബാങ്ക് റിപ്പോർട്ട്. നദീജല കരാറിലെ ഒരു കക്ഷി കൂടിയാണ് വേൾഡ് ബാങ്ക്. മാത്രമല്ല, കൃഷി ഇല്ലാതാകുന്നതോടെ വൻതോതിൽ തൊഴിൽ നഷ്ടവും അനുബന്ധ വ്യവസായങ്ങളുടെ തകർച്ചയും സംഭവിക്കും. 20 ലക്ഷത്തോളം ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടാൻ ഈ സാമ്പത്തിക ആഘാതം കാരണമാകുമെന്നും വേൾഡ് ബാങ്ക് റിപ്പോർട്ട് പറയുന്നു. ചോളം, അരി എന്നീ കാർഷികോൽപ്പന്നങ്ങളുടെ ഉത്പാദനത്തിലായിരിക്കും വൻ ഇടിവ് ഉണ്ടാകുക. പാകിസ്ഥാന്റെ മൊത്തം ആഭ്യന്തര ഉത്പാദന വളർച്ചയിൽ 2.7% കുറവും വേൾഡ് ബാങ്ക് കണക്കാക്കുന്നു. നാണ്യവിളകളും നഷ്ടം നേരിട്ടേക്കാവുന്ന കൃഷികളിൽ ഒന്നാകും. പാകിസ്ഥാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന തീരുമാനമാണ് നയതന്ത്ര തിരിച്ചടിയോടെ ഭാരതം നടപ്പാക്കിയതെന്ന് വ്യക്തമാവുകയാണ്. ഇക്കാരണത്താൽ തന്നെയാണ് ബിലാവൽ ഭൂട്ടോയുടെ അതിരുകടന്ന ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുകൾ ഉണ്ടായത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ സിന്ധു നദീജലം തങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് പാകിസ്ഥാൻ നിർത്തിയാൽ മികച്ച സഹകരണം സാധ്യമെന്ന് പലകുറി ഭാരതം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. വാർത്തകളിലേക്ക്. ചാനൽ ചർച്ചയ്ക്കിടെ പാകിസ്ഥാൻ പതാക വലിച്ചുകീറി സി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ രാഹുൽ സിൻഹ. ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം കർണാടകയിലെ കലാബുറഗിയിൽ റോഡിൽ പതിപ്പിച്ച പാക് പതാക സ്ത്രീകൾ ശ്രദ്ധയോടെ ഇളക്കി മാറ്റുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു. പാകിസ്ഥാനോടുള്ള മുസ്ലിം സ്ത്രീകളുടെ സ്നേഹം വെളിവാകുന്ന ഈ ദൃശ്യങ്ങൾ വിശകലനം ചെയ്യുന്ന സാഹചര്യത്തിലാണ് രാഹുൽ സിൻഹ തൻ്റെ കയ്യിലിരുന്ന പാക് പതാക ചർച്ചയ്ക്കിടെ വലിച്ചു കീറിയത്. പാക് പതാകയോട് അനുകമ്പ കാണിക്കുന്നവരെ രാഹുൽ സിൻഹ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇനിയും ഇത് ആവർത്തിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജമ്മുകശ്മീരിലെ കുപ്വാരയിൽ സാമൂഹ്യ പ്രവർത്തകരെ വെടിവെച്ച് കൊന്നു. ഗുലാം റസൂലിനെയാണ് വീട്ടിൽ കയറി വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഗുലാം റസൂലിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്തേ.